ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഈ ചാപ്റ്ററിലെ പേജ് 71ലെ പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രോബബിലിറ്റിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് സാധ്യതകളുടെ ഗണിതം എന്നാണ് നമ്മൾ മലയാളത്തിൽ ഇതിനെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എന്താണ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഇതാണ്: ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: A box contains 6 black and 4 white balls. If a ball is taken from it, what is the probability of it being black and the probability of it being white? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇപ്പം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ബോക്സ് വെറുതെ വരച്ചേക്കുക. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞേക്കുന്ന 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ 6B എന്ന് എഴുതുക. ബ്ലാക്ക് എന്നുള്ളതിൻ്റെ B കൊടുത്തു. ഇനി 4 വൈറ്റ് ബോൾസ്, അപ്പോൾ 4 വൈറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്: ഇതിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ആകാനായിട്ടുള്ള സാധ്യത എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് വൈറ്റ് ആകാനായിട്ടുള്ള സാധ്യത എന്താണ്? ഇവിടെ 6 ബ്ലാക്കും 4 വൈറ്റുമാണ്. അപ്പം ഈ ബോക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കുക: പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ നമ്മൾ താഴെ എഴുതണം. 10 എന്നുള്ളത് താഴെ എഴുതി. ഇനി നമുക്ക് ബ്ലാക്ക് ആവേണ്ട പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ബ്ലാക്ക് എന്നാണ് ചോദ്യം. അപ്പോൾ ബ്ലാക്കിൻ്റെ എണ്ണം, ഇവിടെ ബ്ലാക്കിൻ്റെ എണ്ണം 6 ആണ്. അപ്പോൾ 6 എന്ന് എഴുതുക. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ബ്ലാക്ക് എന്ന് പറയുന്നത് 6/10 ആണ് വരുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് വൈറ്റ്. ഇനി ഇതിൽ എത്ര വൈറ്റ് ഉണ്ട്? 4 വൈറ്റ് ആണുള്ളത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 10 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 4/10. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6/10ഉം സെക്കൻഡ് വണ്ണിൻ്റെ 4/10ഉം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ദർ ആർ 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ് ഇൻ എ ബാഗ്, 8 റെഡ് ആൻഡ് 7 ഗ്രീൻ ബോൾസ് ഇൻ അനദർ. അതിൽ ഒന്നാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? Then second question: from the second bag. Third question: if all the balls are put in a single bag, what is the probability of getting a red ball from it? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന 2 ബാഗ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ഇതായിട്ട് വരയ്ക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ ബാഗിൽ 3 റെഡ് ബോൾസും അതുപോലെ തന്നെ 7 ഗ്രീൻ ബോൾസുമാണ്. രണ്ടാമത്തെ ബാഗിൽ 8 റെഡും 7 ഗ്രീനുമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ആദ്യത്തെ ബാഗിൽ 10 ബോൾസ് ആണുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബാഗിൽ 15 ബോൾസും, അതായത് 8ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം നോക്കുക: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ 10 ആണ്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 10 വരും. ഇനി ന്യൂമറേറ്ററിൽ എന്താണ് വരേണ്ടത്? ഇവിടെ റെഡ് ബോൾസിൻ്റെയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ റെഡ് ബോൾ, ആദ്യത്തെ ബാഗിലുള്ള റെഡ് ബോളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. സോ 3/10 ഈസ് ദ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഫ്രം ദ സെക്കൻഡ് ബാഗിൽ നിന്നാണ് നമ്മൾ റെഡ് ബോൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 15 ആണ്. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് റെഡ് ബോൾസ് എന്ന് പറയുന്നത് 8ഉം. സോ ആൻസർ എന്ന് പറയുന്നത് 8/15. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ ആണെങ്കിൽ ഇവിടെ ഗ്രീനിൻ്റെ എണ്ണം 7 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 7/10 എന്ന് വരും. ഇനി ഇവിടുത്തെ കേസിലാണെങ്കിൽ 7/15 ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്. രണ്ടിലെയും നമ്മൾ ഒരുമിച്ച് ഒരു ബാഗിൽ ഇടുവാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? ഇപ്പോൾ 2 ബാഗിലെയും കൂടെ ഒരുമിച്ച് നമ്മളൊരു ബാഗിനകത്ത് ഇടുവാണെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് റെഡ് ബോൾസ് എന്ന് പറയുന്നത് 11 ആയിരിക്കും. 3ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടും. ദെൻ 7ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 14. അപ്പോൾ 14 ഗ്രീൻ ബോൾസും ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് അവിടെ 25 ആണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്: എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബാഗിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനായിട്ടുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ റെഡ് ബോളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ടോട്ടൽ നമ്പർ 25 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? നമ്മുടെ ടോട്ടൽ നമ്പർ താഴെ എഴുതണം. നമ്മുടെ ന്യൂമറേറ്ററിൽ 11 എന്നും വരും. സോ ആൻസർ ഈസ് 11/25. അപ്പം ഫസ്റ്റ് വണ്ണിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് 3/10 ആണ്. ദെൻ ഫ്രം ദ സെക്കൻഡ് ബാഗ് ആണെങ്കിൽ 8/15. ദെൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് പറയുന്നത് 11/25 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. ഒരു 2-digit നമ്പർ പറയാനായിട്ട് ആവശ്യപ്പെടുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. ഏറ്റവും ചെറിയ 2-digit നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ 2-digit നമ്പർ എന്ന് പറയുന്നത് 99 ആണ്.
അപ്പം ഇതിൻ്റെ എണ്ണമാണ് നമുക്ക് അറിയേണ്ടത്, അതായത് എത്ര എണ്ണം ഉണ്ട്, എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. കാരണം നമുക്ക് ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എണ്ണം ആയതുകൊണ്ട് n എന്ന് കൊടുക്കാം. n = ഇപ്പോൾ നമ്മൾ n കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. ഇപ്പം ഇവിടെ നമുക്കറിയാം നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് 1 ആണ്. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം പിന്നെ ഒരു +1 കൂടെ കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേം 99 ആണ്, ഫസ്റ്റ് ടേം 10 ആണ്, ദെൻ +1. 99 - 10 +1. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൽ ബൈ ഒരു d ഒക്കെ ഉണ്ട്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഈ താഴെ d എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 99 - 10 എന്ന് പറയുമ്പം 89 വരും. 89 + 1 എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 90 ആണ്. അതായത് മൊത്തം 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആകാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 4, 9, 16. അതായത് ഓരോന്നിൻ്റെയും സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, ദെൻ 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. അങ്ങനെ ഓരോന്നിൻ്റെയാണ് എഴുതിയേക്കുന്നത്. എക്സെട്ര ആയിട്ട് അങ്ങ് പോവാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ, നമുക്ക് ഇതിനകത്ത് 2 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത് അല്ലേ. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെ വരും? 16, 25, 36, 49, 64, 81. 6 2 ഡിജിറ്റ് നമ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പം നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 90 ആണ്. അപ്പോൾ അത് 90 താഴെ എഴുതി. മുകളിലായിട്ട് എത്ര എണ്ണം വരും? 6 വരും. സോ 6/90 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, പ്രോബബിലിറ്റി ഓഫ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ = 6/90. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ എ സ്ലിപ്പ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. എ സ്ലിപ്പ് ഈസ് ടു ബി ഡ്രോൺ ഫ്രം ഇറ്റ്, ബട്ട് ബിഫോർ ഡൂയിങ് സോ വൺ മസ്റ്റ് മേക്ക് എ ഗസ് അബൌട്ട് ദ നമ്പർ, എയ്തർ പ്രൈം നമ്പർ ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 5. വിച്ച് ഈസ് ദ ബെറ്റർ ഗസ്? വൈ? അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഒരു ബോക്സിൽ നമ്മൾ 1 തൊട്ട് 50 വരെയുള്ള സംഖ്യകൾ നമ്പേഴ്സ് നമ്മൾ എഴുതി അതിനകത്ത് ഇട്ടു. അപ്പോൾ അതിനകത്ത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 50 എണ്ണം ഉണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് നമ്മളൊരു സ്ലിപ്പ് എടുക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ സ്ലിപ്പ് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഗസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറും 1ഉം അല്ലാതെ അതിന് ഫാക്ടേഴ്സ് വേറൊന്നും പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2 ഈസ് എ പ്രൈം നമ്പർ. 2 ആണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 1 × 2 അത് മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 3 ഒരു പ്രൈം നമ്പറാണ്. 1 × 3 അതിൻ്റെ ഫാക്ടേഴ്സ് 1ഉം 3ഉം മാത്രമാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഓഫ് 5, അങ്ങനെ ഈ 2 കേസാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അതിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ദ ബെറ്റർ ഗസ്? വൈ? ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗസ് ഏതാണ്, ഏതെടുക്കുന്നതാണ് നല്ലത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ റീസണും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. 1 തൊട്ട് 50 വരെയുള്ള സംഖ്യകളിലെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ എഴുതിയേക്കുന്നതാണ്. 2, 3, 5 തൊട്ട് 47 വരെയുള്ളതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നതാണ് ഈ താഴെ എഴുതിയേക്കുന്നത്. 5, 10, 15, 20, 25 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 50 എന്ന് പറയുന്നത് 15 ആണ്, 15 ആണ്. സോ നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്നത് 15 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. സോ 15 ഡിവൈഡഡ് ബൈ 50 ഈസ് ദ ആൻസർ. ഇനി അടുത്ത എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പോൾ ഇവിടെ 50യുടെ താഴെ 50യോ അതിൻ്റെ താഴെയുള്ള മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത് മൊത്തം 10 എണ്ണം ഉണ്ട്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 15 ഈസ് ദ ആൻസർ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്, ഇതിനകത്ത് ബെറ്റർ ഗസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഏത് ഗസ് ചെയ്യുന്നതാണ്, അതായത് പ്രൈം നമ്പർ എടുക്കുന്നതാണോ അതോ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 5 ഗസ് ചെയ്യുന്നതാണോ, ഏതാണ് ബെറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ 2 ഫ്രാക്ഷൻ, നമുക്ക് 2 ഫ്രാക്ഷൻസ് ഇവിടെ കിട്ടും. ഒന്ന് 15/50യും ഒന്ന് 10/50യും. അപ്പോൾ ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെ 50 ആണ്, ഇവിടെയും 50 ആണ്. സോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 15 ആണ് വലുത്. 15ഉം 10ലും 15 ആണ് വലുത്. സോ ബെറ്റർ ഗസ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ഗസ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബീഡ്സ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ്. അനദർ കണ്ടെയ്ൻസ് 1 റെഡ് ആൻഡ് 1 ഗ്രീൻ മോർ. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ. അപ്പോൾ നമുക്കിവിടെ 2 ബാഗുണ്ട്, അതിൽ കുറേ മുത്തുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാഗിൽ 3 റെഡ് കളറിലുള്ള മുത്തുകളും അതുപോലെ തന്നെ 7 ഗ്രീൻ കളറിലുള്ള മുത്തുകളും ഉണ്ട്. ഇനി മറ്റൊരു ബാഗിൽ, രണ്ടാമത്തെ ബാഗിൽ പറഞ്ഞേക്കുന്ന ഇതാണ് 1 റെഡ് ആൻഡ് 1 ഗ്രീൻ മോർ. നേരത്തെ ആദ്യത്തെ ബാഗിൽ എത്ര ഉണ്ടായിരുന്നോ അതിലൊന്ന് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ബാഗിൽ 3 റെഡ് ആണെങ്കിൽ രണ്ടാമത്തേൽ 4 റെഡ് ആയിരിക്കും. 7 ഗ്രീൻ ഉള്ളതുകൊണ്ട് രണ്ടാമത്തേൽ 8 ഗ്രീൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ ആദ്യത്തെ ബാഗിൽ മൊത്തം 10 മുത്തുകളും രണ്ടാമത്തെ ബാഗിൽ 12 മുത്തുകളുമാണ് ഉള്ളത്.
നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്, റെഡ് എടുക്കാനായിട്ടുള്ള സാധ്യത ഫസ്റ്റ് ബാഗിൽ നിന്നാണോ സെക്കൻഡ് ബാഗിൽ നിന്നാണോ കൂടുതലെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ നിന്ന് നമുക്ക് റെഡ് കിട്ടാനായിട്ടുള്ള പ്രോബിലിറ്റി എത്രയാണ്? 3/10. രണ്ടാമത്തെ ബാഗിൽ നിന്നാണെങ്കിലോ 4/12 അല്ലേ. കാരണം ഇവിടെ ടോട്ടൽ 12 ആണ്, അതിൽ 4 എണ്ണമാണ് റെഡ്, അപ്പോൾ 4/12. അപ്പോൾ ഇതിൽ ഏത് ഫ്രാക്ഷനാണ് വലുതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ബാഗിൽ നിന്ന് കിട്ടാനാണ് സാധ്യത കൂടുതലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഡിനോമിനേറ്റർ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 3 × 12 ചെയ്യുമ്പം നമുക്ക് 36 എന്ന് കിട്ടും. ദെൻ 10 × 4 ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇതാണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ 10 × 12 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 120 ആയിരിക്കും വരുന്നത്, ഇവിടെയും 120 ആയിരിക്കും. 10 × 12 എന്ന് പറയുന്നത് 120. അപ്പോൾ ഇതിലേതാണ് ബെറ്റർ? ഇതിലേതാ ബെറ്റർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാണ് വലുത്. കാരണം 120, 120, 36, 40ൽ 40 ആണ് വലുത്. സോ നമ്മൾ സെക്കൻഡ് ബാഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഏത് ബാഗിൽ നിന്നാണ് കൂടുതൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്? സെക്കൻഡ് ബാഗാണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതുക, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം സെക്കൻഡ് ബാഗ് ഈസ് മോർ. അതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.